ഈ പകൽക്കാലം നിങ്ങളോടൊത്ത് എന്നെ വീണ്ടെടുത്ത വീണ്ടെടുപ്പുകാരനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. आज जो है आप सब लोगों के साथ जो है हमें उद्धार दिया और परमेश्वर के साथ आराधना करने के लिए जो मौका मिला इसके लिए हम धन्यवाद करेंगे. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ദൈവവൃത്യൻ കുടുംബം, इस कलीसिया का जो सेवक हैं पास्टर और उनके परिवार, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും, और यहाँ पे उपस्थित सारे परमेश्वर के विश्वासियाँ, പ്രത്യേകാൽ എൻ്റെ മലയാളത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വാത്സല്യ പൈതൽ, और अनुवाद करने वाले निर्मल, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. सारे लोगों को यीशु मसीह के नाम से हमारा धन्यवाद करना चाहते हैं. മഹാരാഷ്ട്രയിൽ പിന്നിട്ടതായ നാളുകൾ ഞാൻ ഓർക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. महाराष्ट्र में मैं अपना जीवन जब पीछे मुड़कर देखता हूँ तो बहुत सारी चीज़ें बताने के लिए, എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് പഴയ ഒരു വ്യക്തിയായിട്ടല്ല. लेकिन मैं आज आपके सामने उस पुराना व्यक्ति के रूप में नहीं खड़ा हूँ. പഴയ സണ്ണി അത് വേറൊരു ലോകത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. पुराना जो मैं व्यक्ति हूँ वो एक अलग दुनिया में था. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ എന്നെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर की कृपा से मुझे जो है उद्धार किया, इसके लिए मैं धन्यवाद करता हूँ. അത്രയും പറഞ്ഞ് ഞാൻ ആ പഴയ ചിത്രത്തെ അവസാനിപ്പിക്കുകയാണ്. और उतना बोलकर मैं जो है अपनी जो इतिहास है उसको बंद करना चाहता हूँ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നല്ലോ. आज हम सबको मिलकर आराधना करने परमेश्वर ने सहायता किया. അല്പം പോലും സമയം പാഴാക്കാതെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. बिल्कुल समय नष्ट नहीं करते हुए हम वचन की और हमारे ध्यान को लेके आएंगे. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ നിങ്ങളോട് ഞാൻ പറയുകയാണ്. परमेश्वर की उपस्थिति को महसूस करने के लिए हम प्रार्थना के साथ रहें. ഹൃദയത്തെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രതമാക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. अगर आप जो है मन लगाकर बैठेंगे तो परमेश्वर आपसे जरूर बात करेगा. കലങ്ങി മറഞ്ഞ ഒരു വെള്ളത്തിലല്ല ദൈവത്തിന്റെ പണി നടക്കുന്നത്. ഒഴിഞ്ഞ പാത്രം എവിടെയാണോ അവിടെയാണ് പണി നടക്കുന്നത്. एक भरा हुआ बर्तन में नहीं, लेकिन एक खाली बर्तन में जो है परमेश्वर जो है भरना चाहता है. ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, अगर वचन को स्वीकार करने आप तैयार हैं, ആ വചനത്തിന്റെ മുൻപിൽ നിങ്ങളെ വിധേയപ്പെടുത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, वचन के सामने समर्पण करने को तैयार है, ആ വചനം നിങ്ങളിൽ കർത്തൃത്വം നടത്തുവാൻ തുടങ്ങുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. तो उस वचन आपके जीवन में जरूर कार्य करेगा. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. इस बात में कोई शंका नहीं है, കാരണം ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്ന വചനത്തിന് ജീവനുണ്ട്. क्योंकि मैं जिस वचन का प्रचार करता हूँ उसमें जीवन है. ഈ വചനത്തിന് ചൈതന്യമുണ്ട്. इस वचन में एक चैतन्य है. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ये हर दो धारी तलवार से भी जो है ज्यादा शार्प है. അത് പ്രാണനെ ആത്മാവിനെ സന്ധിമതകളെ വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. सारे आत्मा और सारे जो उसके अंदर जो है फाड़ कर निकलता है. ആ വചനവുമായാണ് നമുക്ക് കൂട്ടായ്മയുള്ളത്. उस वचन के साथ हम आज यहाँ खड़े हैं. ആ വചനത്തിന് കഴിയാത്തത് ഒന്നുമില്ല എന്നുള്ളത് സത്യമാണ്. और ये सच है कि उस वचन से कोई भी काम असंभव नहीं है. അതെന്റെ ജീവിതത്തിൽ കൃപയാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. और मेरे जीवन में मैं वो सच्चाई का अनुभव कर रहा हूँ. ആ അനുഭവത്തോടുകൂടെ നിങ്ങളുടെ മുൻപിൽ ഇന്ന് പകൽക്കാലം നിൽക്കുവാൻ സ്വർഗ്ഗം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. और उस अनुभव के साथ आप लोगों के सामने खड़े रहने के लिए परमेश्वर ने मौका दिया. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 20-ാം വചനം നമുക്ക് വായിക്കാം. और प्रेरितों का काम उसका 27वां अध्याय उसका 20वां वचन हम पढ़ेंगे. जब बहुत दिनों तक ना सूर्य ना तारे दिखाई दिए और बड़ी आंधी चलती रही, तो अंत में हमारे बचने की सारी आशा जाती रही. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. അങ്ങനെ ഒരു സാഹചര്യത്തിന് മുൻപിൽ ഒരു ദൈവ പൈതൽ ആയി നിലകൊള്ളുകയാണ്. तो ऐसे एक बड़ी संकट के समय सामने जो एक परमेश्वर की बच्चा यहाँ पे है. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നുവെങ്കിൽ നാം എന്തു ചെയ്യും എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കാം. इसी एक अवस्था हमारे जीवन में अगर आता है तो हम क्या करेंगे? ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ വചനം ധ്യാനിക്കുവാൻ കഴിയാത്തവരാണ് ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന നല്ലൊരു പങ്കാളുകൾ. और एक छोटा सा समस्या आने पर भी हम जो है प्रार्थना नहीं कर पाते, वचन नहीं पढ़ते हैं. ചെറിയ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ദൈവം മതിയായവനാണ്. विषयों का उत्तर देने के लिए परमेश्वर बलवंत है. എന്നാൽ ഒരു പ്രയാസഘട്ടം
ചിന്തകൾക്കപ്പുറമായ ഒരു വിഷയം നിന്റെ ജീവിതത്തിൽ നേരിടുമ്പോൾ നീ എന്തു ചെയ്യും എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കുക. लेकिन ये सोचना कि आपके दिमाग से भी ऊपर जब बड़े बड़े समस्या आते हैं तो आप क्या करेंगे. എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് വെളിപ്പെടുത്തുന്ന ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം ഏത് വിഷയത്തിനും പരിഹാരകനാണ്. लेकिन मैं जिस परमेश्वर की आराधना करता हूँ वो कोई भी समस्या से आपको बाहर ले आ सकता है. ഏത് ഇടങ്ങളിലേക്കും ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കടന്നു ചെല്ലുവാൻ മതിയായതാണ്. और कोई भी अवस्था में उस परमेश्वर की वचन उस अवस्था के बीच में उतर कर जाने के लिए സ്വീകരിക്കുവാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ अगर उसे स्वीकार करने आप तैयार है തടസ്സങ്ങളെ മാറ്റി അവന്റെ അടുക്കലേക്ക് ഈ വചനം ശക്തിയോടെ ചെല്ലും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. तो सारे रुकावट को जो है हटाकर इस वचन उनके बीच में उतर कर जाता है. വചനത്തെ തടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ള ഒരു സത്യം തന്നെ. ये सच्चाई है कि वचन को कोई भी ताकत रोक नहीं सकता है. എന്നാൽ ഈ വചനത്തെ ഏതു വിധത്തിലാണ് സ്വീകരിക്കുന്നത് അതിന്റെ മുൻപിലാണ് പ്രവൃത്തി വെളിപ്പെടുന്നത്. लेकिन आपका छुटकारा इस पर निर्भर है कि आप इस वचन को किस प्रकार स्वीकार करते हो. പ്രസംഗിക്കുവാൻ കാര്യങ്ങൾ പറയുവാൻ എളുപ്പമാണ്, प्रचार करना बहुत आसान है, എന്നാൽ അതിന്റെ മുൻപിൽ ഒരു പ്രയാസഘട്ടം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ എവിടെ നിൽക്കും? लेकिन इस समस्या के बीच में अगर आप फंसे हैं तो आप इसमें से बाहर कैसे आएंगे. ദൈവത്തിന്റെ കൃപയാൽ 19 വർഷത്തിലധികമായി വിശ്വാസത്തോടുകൂടി എന്റെ കർത്താവിൽ മാത്രം ആശ്രയിപ്പാൻ എനിക്ക് കഴിയുന്നു. पिछले 19 साल से ऊपर जो है सिर्फ परमेश्वर पे भरोसा रखते हुए मैं चल रहा हूँ. എന്റെ മിടുക്ക് കൊണ്ട് ഞാൻ നിന്നതല്ല, എന്റെ ദൈവം എന്നെ നിർത്തിയതാണ്. मैं अपने काबिल से नहीं खड़ा हूँ लेकिन परमेश्वर ने मुझे खड़ा किया है. ഒരു പോഷനെ പോലെ എന്റെ കർത്താവിനെ അനുസരിപ്പാൻ കൃപയാൽ എളിവന് കഴിയുന്നു. एक पागल के समान जो है परमेश्वर की बातों को मानने के लिए मुझे जो है हो रहा है. ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാനുള്ള ഒരു ഹൃദയം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. बिना कोई सवाल उठाए मैं उनकी आवाज को सुनता हूँ. പലരും പലതും പറയുമ്പോഴും എന്റെ ആ ഉടമസ്ഥനിൽ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുന്നു. लोग मेरे बारे में बहुत कुछ बोलते हैं लेकिन मैं सिर्फ अपने मालिक की ओर देखता हूँ और चलता हूँ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. एक चीज निश्चय है, मेरे लिए संभालने वाला एक परमेश्वर है. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. मेरे कार्य करने वाला एक परमेश्वर എന്റെ है. കൂടെ ഇരിക്കുന്ന ഒരു നാഥനുണ്ട്. मेरे साथ रहने वाला एक परमेश्वर എന്നെ है. അറിയുന്ന ഒരു ദൈവമുണ്ട്. मुझे जानने वाला एक परमेश्वर है അത് ദൈവത്തിന്റെ കൃപയാൽ എന്റെ അനുഭവമാണ്. और वो मेरा अनुभव है അത് മറ്റുള്ളവരോട് പകർന്നു കൊടുക്കുവാൻ കൃപയാൽ കഴിയുകയാണ്. और वो दूसरों को बताना शेयर करना भी मेरा एक सौभाग्य है. ഒരുപക്ഷെ സാക്കിനാക്കയിൽ ഉണ്ടായിരുന്ന പഴയ സണ്ണിയെ ആളുകൾക്ക് നല്ലതുപോലെ അറിയാം. साकिनाका में जो पुराना व्यक्ति था उसे सब लोग जानते हैं. എന്നാൽ ഇന്നത്തെ സണ്ണിയെ അവർക്ക് അറിഞ്ഞുകൂടാ. आज के जो नया व्यक्ति है उसे कोई जानता नहीं. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, मुझे सुनने वाले लोगों, നിന്റെ കരങ്ങളിൽ സാധ്യതകൾ ഉണ്ടാകുമ്പോൾ നിന്നെ താങ്ങി നടക്കുവാൻ താങ്ങി ഹല്ലേലൂയ നിർത്തുവാൻ പലരും നിന്നെ കൂടെ കണ്ടെന്ന് വരാം. अगर आपके हाथ में बहुत कुछ है तो आपको सपोर्ट करने के लिए भी बहुत लोग रहेंगे. നിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ ഒരു വ്യക്തിയും ഇല്ല എന്നുണ്ടാകാം. लेकिन आपकी गलतियों को कोई नहीं बताएगा. എന്നാൽ നീ കൊണപ്പെടുമ്പോൾ, നീ മാനസാന്തരപ്പെടുമ്പോൾ നിന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നവർ നിന്നെ വിട്ടുമാറും. लेकिन आप जब मन फिराते हैं तो आपके आसपास जितने भी लोग थे सब आपको छोड़ेंगे. ആരും നിന്നെ അന്വേഷിക്കുവാൻ കാണുകയില്ല. कोई आपका पूछताछ नहीं करेगा. എന്നാൽ ആ സമയത്ത് നിന്റെ കൂടെ നിൽക്കുന്ന ഒരു നാഥനുണ്ട്. लेकिन उस समय में भी आपके साथ खड़े रहने वाला एक അന്ന് परमेश्वर है. നിന്നോട് കൂടെ ഇരുന്ന് നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട്. उस दिन भी आपके साथ खड़े रहकर आपको चलाने वाला, ആരെല്ലാം മാറിയാലും, भले कोई भी आपको छोड़ के चले, ആരെല്ലാം നിന്നെ മറന്നാലും, कोई भी आपको भूल जाए, നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കുന്ന, आपके साथ रहकर आपको हेल्प करने वाला, നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന आपके लिए स्थिर खड़े रहने वाला ഒരു നാഥനുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്. परमेश्वर है करके मैं आज बताना चाहता हूँ. ഈ തിരുവചനത്തിലേക്ക് പെട്ടെന്ന് ചിന്ത തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. वचन की ओर हम अपने ध्यान को ले आएंगे. റോമിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രയിലാണ് അപ്പോസ്തലനും കൂട്ടരും. और रोम की ओर यात्रा कर रहे हैं ये पौलुस और उनके साथियां. ആ സമയങ്ങളിൽ നേരിട്ടതായ പ്രയാസങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്ന ചിത്രം. और वहां पे उनके सामने जो समस्या है वो हम यहाँ पढ़े हैं. അവിടെ പറയുന്നത് രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. और वहाँ ऐसे लिखा है कि हम बचेंगे करके जो आशा था वो चला गया. അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വചനം പറഞ്ഞാൽ ഉൾക്കൊള്ളുവാൻ മനസ്സുണ്ടാകുമോ? ऐसी एक अवस्था में अगर आपसे कोई कुछ वचन कहे तो क्या आप उसे स्वीकार करेंगे? ഇന്ന് പകൽക്കാലം അതാണ് ചിന്തിക്കേണ്ടത്. आपको आज यही सोचना है. എന്നാൽ ഹല്ലേലൂയ
അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ചില പദങ്ങളുണ്ട്. लेकिन यहाँ पे प्रेरित बताने वाले कुछ शब्द हैं। അങ്ങനെ ആശ അറ്റുപോയ സമയത്ത് അവന്റെ അടുക്കൽ ഒരുവൻ വന്നു നിന്നു. और वैसे एक समय में उसके बाजू में एक व्यक्ति आकर खड़ा रहा। അങ്ങനെ ഹല്ലേലൂയ വ്യക്തി വന്നു നിന്ന് ചില കാര്യങ്ങൾ അവനോട് പറഞ്ഞു. उस व्यक्ति ने उसे कुछ चीजें बताया ആ പറഞ്ഞ വാക്കൊരു ബോധനെ പോലെ അപ്പോസ്തലൻ വിശ്വസിച്ചു. और जो भी कुछ बताया वो ऐसे ही उसने आंख बंद कर विश्वास किया। വിശ്വാസം എന്ന് പറയുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന ഒന്നല്ല. विश्वास जो है मार्केट में नहीं मिलता, അത് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. सुपर मार्केट में ही नहीं मिलेगा। അത് നിനക്ക് ലഭിക്കണമെങ്കിൽ കാൽവരി കുലക്കളത്തിൽ ക്രൂസിന്റെ ചുവട്ടിൽ നീ അഭയം പ്രാപിക്കണം. वो पाने के लिए आपको उस काल्वरी के क्रूस के नीचे आकर खड़ा रहना। അവിടെ നിന്ന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. वहीं पे आपको वो मिलेगा। അത് നീ പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ചാൽ, अगर वो जैसे प्राप्त करना है वैसा प्राप्त करो। ആ വചനത്തിൽ ആ ദൈവത്തിൽ നീ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കുവാൻ തുടങ്ങിയാൽ, परमेश्वर पे वैसे ही अगर आप भरोसा करेंगे तो നിന്റെ ജീവിതത്തിന് മാറ്റം വരുവാൻ തുടങ്ങും. आपके जीवन में बदलाव आएगा। നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുവാൻ തുടങ്ങും. आपके स्वभाव में बदलाव दिखाई देगा। ഹല്ലേലൂയ. हालेलुया। ഒരു പ്രത്യേക സ്വഭാവത്തിനുടമയായിരുന്നു ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ. मैं जब मुंबई में था एक मेरा स्वभाव थोड़ा अलग था। ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വഭാവത്തിനുടമയാണ്. लेकिन आज उससे एकदम अलग मेरा स्वभाव वापस हुआ है। സ്തോത്രം. അത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. परमेश्वर का कृपा है और करुणा है। അന്ന് ജെയിംസ് ഷാനിനെ കാണാറുണ്ട്, സ്തോത്രം പറഞ്ഞ് മാറിപ്പോകാറുണ്ട്. उस दिन भी जेम्स अंकल मिलता था, स्तोत्रम बोलकर चले जाता था। ഇന്ന് ചില ദിനങ്ങളായി ആ ഹല്ലേലൂയ ദൈവത്തിന്റെ ഭവനത്തിൽ ഞാൻ പാർക്കുകയാണ്. पिछले कुछ दिन से अंकल के घर पे मैं रहता हूँ। അന്ന് എന്റെ കൂടെ നടന്ന അനേകരുണ്ട്. उस दिन अंकल के साथ बहुत लोग चलते थे। ഒരുമിച്ച് വേദി പങ്കിട്ട അനേകരുണ്ട്. एक साथ स्टेज में खड़े हुए रहने वाले बहुत എന്നെ ഉയർത്തി പറഞ്ഞ പലരുണ്ട്. लोग जो है जो अंकल की तारीफ, അവരൊന്നും ഇന്ന് എന്റെ അടുക്കലില്ല. आज वो कोई भी मेरे साथ नहीं है। എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, मुझे सुनने वाले लोगों, നമ്മൾ പലതിലും തെറ്റിപ്പോയി കിടക്കുകയാ. हम बहुत सारी चीज में जो है हम गलत रास्ते में है। ദൈവത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചാൽ, अगर परमेश्वर को हृदय के अंदर स्वीकार करेंगे तो ഈ വചനത്തോട് മറുതലിക്കുവാൻ നമുക്ക് കഴിയില്ല. वचन के खिलाफ आप नहीं जा सकते। फिर ദൈവത്തെ ഭാഗികമായി സ്വീകരിച്ചാൽ, अगर परमेश्वर को थोड़े ही स्वीकार करेंगे, ഈ വചനത്തിന് എതിരായി എന്തും പറയുവാൻ കഴിയും. आप इस वचन के खिलाफ कुछ भी बोलेंगे। സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും തേച്ചൊടിക്കുവാൻ കഴിയും. अपने फायदे के लिए दूसरे का नुकसान करेंगे आप। എന്നാൽ ഈ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ लेकिन इस वचन के साथ जब आप നീ ദൈവത്തെ ഭയപ്പെടുവാൻ തുടങ്ങും. परमेश्वर से डर रखेंगे, ദൈവപാദപീഠത്തിൽ നീ താഴുവാൻ തുടങ്ങും. परमेश्वर के सामने आप नम्र रहे। അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, इसलिए वचन कहता है തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് वो आपको सही समय पे ऊंचा उठाए। इसीलिए ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. उनके बलवंत हाथ के नीचे नम्र रहे। എന്നെ അപ്രകാരം ദൈവം പഠിപ്പിച്ചെടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर ने ये सारी चीज मुझे सिखाया है। Praise the Lord. Amen. Hallelujah. ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर की कृपा के लिए मैं धन्यवाद करता हूँ। അനേകർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ കൃപയാൽ ദൈവം എന്നെ സഹായിക്കുന്നു. बहुत लोगों के लिए प्रार्थना करने के लिए परमेश्वर मुझे सहाय। ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും ചെറിയവനാണ് കേട്ടോ ഞാൻ. यहाँ जितने भी लोग बैठे हैं सबसे छोटा हूँ मैं। ഞാൻ ഇന്ന് വരെയും വലുതാണെന്നുള്ള ചിന്ത എനിക്ക് വന്നിട്ടില്ല. मैं बड़ा हूँ करके एक सोच मेरे अंदर नहीं है। അത് വരരുതേ എന്ന് ഞാൻ और मैं പ്രാർത്ഥിക്കുകയാണ്. ये प्रार्थना भी करता हूँ कि ऐसा सोच मेरे अंदर ना आए। കാരണം അത് ജീവിതത്തിൽ വന്നാൽ അന്നു മുതൽ ഞാൻ താഴുവാൻ തുടങ്ങും. क्योंकि जिस दिन ऐसा सोच आए उस दिन से आप नीचे जाएंगे। അതെന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. मैं आशा करता हूँ कि ऐसा एक सोच मेरे अंदर ना आए। പഴയ സണ്ണി അഹങ്കാരിയായിരുന്നു. एक पुराना एक व्यक्ति था, वो बहुत घमंडी था। അത് ആരെയും അനുസരിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു. किसी की बात को मानता नहीं थे, ആർക്കും കീഴ്പ്പെടാത്തൊരു വ്യക്തിത്വമായിരുന്നു. किसी का अधीन नहीं रहता था। मैं ഒരുപക്ഷേ സാക്കിനാക്കിൽ ഇരുന്ന ദൈവവൃത്യൻ അത് മനസ്സിലാക്കി കാണുവാൻ സാധ്യതയുണ്ട്. साकिना के में परमेश्वर के दास थे, शायद वो समझा। സ്തോത്രം. എന്നാൽ അപ്പോൾ തന്നെ പലർക്കും നല്ലവനായിരുന്നു. उसी समय में बहुत लोगों को भलाई भी किया। ദൈവദാസന്മാർക്കെല്ലാം ഉപകാരിയായിരുന്നു. परमेश्वर के दास लोगों को भी സെന്ററിനും ദൈവത്തിന്റെ കൃപയാൽ ദോഷമൊന്നും ചെയ്തിട്ടില്ല. सेंटर का भी मैंने बहुत फायदा किया है। എന്നാൽ പലരും പറഞ്ഞ സാഹചര്യത്തിൽ ഏകനായി നിന്ന സന്ദർഭങ്ങളുണ്ട്. लेकिन बहुत लोग ने मेरे खिलाफ बहुत कुछ बोला, उस समय मैं अकेला था। എന്നാൽ ഇന്ന് പകലിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്നെ ചിലയിടങ്ങളിൽ നിന്ന് ദൈവം വെട്ടിമാറ്റുകയായിരുന്നു. आज एक चीज समझा है कि मुझे कई जगहों से परमेश्वर ने बचाकर बाहर ले गया है। മകർ ചിലയിടങ്ങളിൽ നിന്നും മാറാതെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയില്ല. और क्योंकि कुछ जगह से आप बाहर नहीं आएंगे तब तक आपको परमेश्वर उपयोग नहीं कर पाएगा। കൃപയാൽ അത് സ്വീകരിക്കുവാൻ, അതിന് കീഴ്പ്പെടുവാൻ, അതിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. और वैसे उनका अधीन रहने के लिए और परमेश्वर की सेवकाई में रहने के लिए परमेश्वर
परमेश्वर ने सहायता किया। ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവാത്മാവ് ഇപ്രകാരം ഒരു വചനഭാഗം പറയുന്നുണ്ട്. उसमें एक ऐसा वचन लिखा है, വായിക്കേണ്ട ഞാൻ പറയാം. पढ़ो मत, मैं बताऊंगा। 3 സംവത്സരമായി ഞാൻ ഈ വൃക്ഷത്തിൽ ഫലം തിരഞ്ഞു വരികയാണ്. और 3 साल से मैं इस झाड़ में, इस वृक्ष में फल को ढूंढ रहा हूँ। ആ അത്തിയിൽ ഫലം തിരയുമ്പോൾ ഫലമില്ലാതെ നിലകൊള്ളുകയാ. अंजीर में जो है फल बाहर नहीं आ रहा है। തോട്ടക്കാരൻ പറയുകയാണ് അത് ആ തോട്ടത്തിലെ നിലത്തെ നിഷ്ഫലമാക്കുന്നതിനാണ് അതിനെ വെട്ടിക്കളക. और वो गार्डनर बोलता है कि इसे जो है ऐसे खड़ा रखकर मतलब नहीं, इसे काट दो। അവിടെ ശാന്തമായ ഒരു മധ്യസ്ഥൻ വന്ന് പറയുകയാണ്, वहाँ पे एक दूसरा व्यक्ति आकर ऐसा बताता है, ചുറ്റും കിളച്ച് ഞാൻ ഒരു വർഷം കൂടെ വളമിടട്ടെ, उसके चारों ओर मैं मिट्टी गाड़ूंगा, खोदूंगा और उसे और जो है फर्टिलाइजर्स डालूंगा। മേലാൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. और इसके बाद भी अगर वो फल नहीं लाया तो मैं उसे काटूंगा। അത് എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അനുവർത്തമായ തിരുവചന ഭാഗമാണത്. मेरे जीवन में जो अनुभव है उसी चीज को वो वचन बताता है। ബോംബെയിൽ നിന്ന് എന്നെ വെട്ടിമാറ്റിയത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കായിരുന്നു. बॉम्बे से जो है मुझे ऐसे काट कर एक अलग जगह पे ले गया। ആ ടേണിംഗ് പോയിന്റ് കൃപയാൽ മനസ്സിലാക്കുവാൻ സ്വർഗ്ഗം സഹായിച്ചു. वो टर्निंग पॉइंट को समझने के लिए परमेश्वर ने मुझे അവിടെ ഞാൻ എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനിടയായി. मैं अपने आप को वहां पे समर्पण किया। ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് രാത്രിയിൽ മുഴുവൻ നിലവിളിക്കുന്ന ഒരു നിലവിളിയുടെ ശബ്ദം ഉയരുവാനിടയായി. और समर्पण करते हुए पूरे रात में रोते हुए परमेश्वर के सामने था। ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതിനെ മാറ്റുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. जीवन से कुछ चीजें हटाना था, वो मैंने हटाया। അങ്ങനെ ദൈവപാദപീഠത്തിൽ താണിരുന്നപ്പോൾ അവൻ എളിയവനെ ബലമുള്ള കരങ്ങളിൽ ഉയർത്തുവാൻ തുടങ്ങി. और जब मैं वैसे परमेश्वर के सामने था, वो परमेश्वर ने मुझे ऊंचा ആ उठाया। സണ്ണിയെയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. और वैसे ऊंचा उठाए एक व्यक्ति को आज आप देख रहे हैं। എന്റെ ശുശ്രൂഷ മേഖലകളുടെ പ്രാരംഭഘട്ടമാണ് ഈ നിൽക്കുന്നത്. मेरा सेवकाई का कुछ पहला की अवस्था है ये। എന്നാൽ കർത്താവ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് ഇനി നിവർത്തീകരിക്കാനുണ്ടെന്ന് എനിക്കറിയാം. परमेश्वर ने जो मुझे बताया है वो अभी भी पूरा होना बाकी है। അതിന് ഞാൻ എന്നെ വിനയപ്പെടുത്തുക, നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. और मैं उसके लिए समर्पण किया और आप लोगों का प्रार्थना भी मांगता हूँ। തിരുവചനത്തിലേക്ക് പെട്ടെന്ന് ശ്രദ്ധയെ തിരിക്കുമ്പോൾ हम वचन की और जब ध्यान को लेके आएंगे, പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുന്ന അപ്പോസ്തലനെ നമ്മുടെ കാണുവാൻ കഴിയും. बड़ा समस्या के बीच में खड़ा हुआ प्रेरित को हम देखते ഒരു हैं। തിരുവചന ഭാഗം കൂടി അതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. एक और वचन हम इसके आधार में पढ़ेंगे। 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. और पहला शमूएल उसका 30वां अध्याय उसका 6वां वचन हम पढ़ेंगे। അത് ദാവീദിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. दाऊद का एक चित्र हमें देखने मिलता ആ है। തിരുവചന ഭാഗം ഒന്ന് വായിച്ചാട്ടെ. उस वचन हम पढ़ेंगे। और दाऊद बड़े संकट में पड़ा क्योंकि लोग अपने बेटे बेटियां का कारण बहुत शोकित होकर उस पर पथराव करने की चर्चा कर रहे थे। पर दाऊद ने अपने परमेश्वर यहोवा के स्मरण करके दिया बांधा। ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടു. और प्रेरित पौलुस को हमने नया नियम में देखा। പഴയ നിയമത്തിൽ പ്രതികൂല സാഹചര്യത്തിന് മുൻപിലായി നിൽക്കുന്ന ദാവീദിനെ നമ്മൾ കാണുകയാണ്. और पुराने नियम में ऐसी एक अवस्था में दाऊद को हम देखते हैं। വലിയ കഷ്ടത്തിലായെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. कहा लिखा है कि उन लोग बड़े संकट में थे। 600 പേര് അവന്റെ കൂടെയുണ്ട്. 600 लोग उसके साथ हैं। എല്ലാവരുടെയും ഭവനം നഷ്ടപ്പെട്ടു. सब लोगों का घर चला गया। അവരുടെ ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടു. उसके सारे रिलेटिव्स चला गए। ബലമില്ലാതെയാകുവോളം അവർ കരഞ്ഞു. उन लोग इतना रोए कि उनके पास अब ताकत नहीं था रोने की। കരച്ചിൽ നിർത്തിക്കഴിഞ്ഞപ്പോൾ 600 പേര് ഏകസ്വരത്തോടെ ഇങ്ങനെ പറഞ്ഞു. और रोने के बाद वो 600 लोग मिलकर ऐसा कहा, ദാവീദാണ് കാരണക്കാരൻ, ഇവനെ കല്ലെറിയണം. इसका कारण दाऊद है, इसको हम पत्थर से मारेंगे। അങ്ങനെ ഒരു സാഹചര്യത്തിന് മുൻപിൽ ദാവീദ് നിലകൊള്ളുമ്പോൾ और वैसे ही समस्या में दाऊद फंसा। അവിടെ പറയുന്ന പ്രത്യേകമായ ഒരു പദമുണ്ട്, ദാവീദോ. और यहाँ ऐसा लिखा है, लेकिन दाऊद തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. अपने परमेश्वर यहोवा के स्मरण जो है धीरज। ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത് എന്തൊരു ധൈര്യമാണ്. मैं सोचता हूं, ये किस प्रकार का धीरज है। ഹല്ലേലൂയ. हालेलुया। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, मुझे सुनने वाले परमेश्वर, പ്രതികൂലത്തിന്റെ മുൻപിൽ നിന്നെ വിട്ട് കടന്നു പോകുന്നവനല്ല എന്റെ ദൈവം. प्रतिकूल के सामने आपको छोड़कर चले जाने वाला नहीं है അവൻ परमेश्वर। ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അവിടെ കാണുവാൻ കഴിയും. वो कुछ सवाल वहां पे पूछते हैं। ആ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം ലഭിക്കുന്നത് കാണുവാൻ കഴിയുകയാണ്. और सारे सवाल का उत्तर भी वहां मिलते हुए हम देखते हैं। പ്രതികൂലത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ
മറുപടി തരുവാൻ കഴിയാത്ത ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം. और प्रतिकूल के सामने जब आप प्रार्थना करते हैं तो आपको उत्तर दिए बिना भागने वाले परमेश्वर. എന്നാൽ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോവുകയാ. लेकिन कई बार वो सच्चाई हम समझ नहीं पाते हैं. പ്രതികൂലത്തിന് മുന്നിൽ നമ്മൾ പതറിപ്പോകുകയാ. प्रतिकूल के सामने हम जो है डर जाते हैं. നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുകയാ. हमारा जो कंसंट्रेशन है वो निकल जाता है. ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാ. परमेश्वर के सामने जो रिश्ता है वो टूट जाता है. ശത്രുവായ പൈശാചികൻ അവിടെയാണ് പ്രവർത്തിക്കുന്നത്. और शैतान वहीं पे काम करता है. എന്നാൽ അതിന്റെ മുൻപിൽ ധൈര്യത്തോടുകൂടെ लेकिन उसके सामने धीरज के ഒരു साथ പ്രതികൂലത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ समस्या के सामने आप कर सकते हैं. നിനക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ഒരു നാഥനെ കാണുവാൻ കഴിയും. आपके लिए कार्य करने वाले एक परमेश्वर को आप देखोगे. നിനക്ക് വേണ്ടി പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയും. आपके लिए अचंबा काम करने वाले एक परमेश्वर को आप देखोगे. ദാവീദ് ദൈവശബ്ദം കേൾക്കുന്നവരാണെന്ന് അവന്റെ കൂടെയുള്ളവർക്കറിയാം. उसके साथ जो लोग हैं वो जानते हैं कि दाऊद परमेश्वर की आवाज ചില सुनता है. മിനിറ്റുകൾ അവൻ വളരെ വേദനയിലായി. कुछ मिनट जो है वो बहुत दर्द में था. സ്വന്തക്കാർ മുഴുവൻ നഷ്ടപ്പെട്ടു. उसके खुद के लोग सब नष्ट हो गए. ഇപ്പോൾ കൂടെയുള്ള 600 പേരും നഷ്ടപ്പെട്ട് നിലകൊള്ളുകയാണ്. उसके साथ जो 600 लोग हैं वो भी नष्ट हो गया है. അവൻ ദൈവത്തോട് ചോദിച്ചു. ദൈവ ശബ്ദം അവൻ കേൾക്കുവാനിടയായി. वो परमेश्वर से पूछा और परमेश्वर की आवाज उसने सुना. ഞാൻ ചിന്തിക്കുകയാണ് അവർ ദാവീദ് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കാണും. मैं ये सोचता हूँ कि दाऊद ने इस प्रकार कहा होगा. എന്റെ സ്നേഹിതരെ, हे मेरे दोस्तों, ഞാൻ ദൈവ ശബ്ദം കേട്ടിട്ടുണ്ട്. मैंने परमेश्वर की आवाज सुना है. ഉടനെ അവരുടെ കാതുകൾ ദാവീദിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുകയാണ്. और उनके कान जो है अब दाऊद की आवाज की ओर कान लगाया है. ഉടനെ ദാവീദ് പറഞ്ഞു, നാം നഷ്ടപ്പെട്ടത് മുഴുവൻ വീണ്ടുകൊള്ളുവാൻ പോകുകയാണ്. दाऊद ने इस प्रकार कहा, जो भी नष्ट हुआ है ये सब हम वापस. ഞാൻ വിശ്വസിക്കുകയാണ്, കല്ലെടുത്തവർ ഓരോന്നോരോന്നായി ഇടുവാൻ തുടങ്ങി. मैं ये सोच रहा हूँ कि जिन्होंने भी पत्थर उठाए वो एक एक करके पत्थर नीचे डाले. ഹല്ലേലൂയ. ദാവീദിനോട് പറഞ്ഞു, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. मैंने कहा मैं हम आपके साथ हैं. നഷ്ടപ്പെട്ട കൂടെ നടന്നവരെ അവൻ ആദ്യം വീണ്ടെടുത്തു. और जो नष्ट हुए उनके साथ जो थे उनको पहला उन्होंने. അതിനുശേഷം അവൻ മുൻപോട്ട് ഗമിക്കുവാൻ തുടങ്ങുകയാണ്. उसके बाद उन लोग आगे निकल पड़े. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, मुझे सुनने वाले लोगों, നിന്റെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ अगर आपके जीवन में ऐसे ही समस्या आते हैं, കൂടെ നിൽക്കുന്നവർ നിന്നിൽ നിന്ന് മാറി എന്ന് ബോധ്യപ്പെടുമ്പോൾ जो आपके साथ खड़े जब वो आपको छोड़कर जाते हैं, അവിടെയാണ് നിന്റെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്തേണ്ടത്. उस समय आपको आपकी आंखें ऊपर की ओर उठाना है. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ वैसे अवस्था में आप ऊपर की ओर जब देखते हो, മറുപടി നൽകുവാൻ കഴിയാത്ത ഒരു ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം എന്ന് മറക്കരുത്. आपको उत्तर देने वाला एक परमेश्वर के सामने हम बैठे हैं. Praise the Lord. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ മുൻപിൽ ആശ്രയിക്കാതെ പോകുന്നവരാണ് നല്ലൊരു ശതമാനം. बहुत लोग ऐसे हैं कि जो समस्या के बीच में परमेश्वर पे भरोसा नहीं कर पाते. അത് രോഗമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമാകാം. बीमारी हो सकता है या फिर कोई और समस्या हो सकता है. അതിന് മുൻപിൽ പലതും പറഞ്ഞു മാറി നിൽക്കുന്നവരാണ് പലരുമുള്ളത്. बहुत लोग जो है उसके सामने अलग अलग चीज बोलते हैं और निकल जाते हैं. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ मुझे सुनने वाले लोग, ഇന്ന് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. हम ऐसे समय में है जब विश्वास कम होते जा रहा है. ഈ വചനം പ്രസംഗിക്കുന്നവരുടെ ജീവിതത്തിൽ പോലും വിശ്വാസമില്ലാത്ത കാലഘട്ടം. ये ऐसे लोग हैं कि जो वचन प्रचार करते हैं उनके जीवन में ही विश्वास नहीं है. പ്രസംഗിക്കുന്നുണ്ട്, സത്യമാണ്. प्रचार करते हैं ये तो ठीक है, പക്ഷേ ഒരു സാഹചര്യം വരുമ്പോൾ പതറി മാറി നിൽക്കുകയാണ്. लेकिन जब कोई अवस्था समस्या आता है तो उन लोग डर जाते हैं. എന്നാൽ കൃപയാൽ സകലത്തിനും മതിയായ ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന ഒരു ബോധ്യം എന്റെ ഹൃദയത്തിനകത്തുണ്ട്. लेकिन मैं जानता हूँ कि हर चीज में से मुझे बचाने के लिए एक योग्य परमेश्वर मेरे साथ है. ഈ ശരീരം വളരെ ബലഹീനമായ ചില വർഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ऐसे भी समय है जब मेरा शरीर बहुत बलहीन हो गया था. 2019 മുതൽ ഏകദേശം 2021 അടുത്ത് വരെ വളരെ ക്ഷീണിതനായിരുന്നു ഞാൻ. और 2019 से लेकर 21 का उस समय तक मैं बहुत थका हुआ था. രാത്രിയുടെ യാമങ്ങളിൽ കിടന്നുറങ്ങുവാൻ കഴിയാത്ത നിലവാരത്തിലായിരുന്നു. मैं रात को सो भी नहीं पाता था. 10 അടി നടക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. बिल्कुल भी मैं चल नहीं पाता था. 2 പാദങ്ങളിലും നീരുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. मेरे दोनों पैर में सूजन था. ശ്വാസം വിടുന്നത് ഒരു പഴയ കേടായ വണ്ടി എങ്ങനെയാണോ അതുപോലെയായിരുന്നു. जो मतलब मैं बिल्कुल खराब रीति से जो है सांस भी ले पाता था. ജനലിൽ തൂങ്ങിക്കിടന്ന് ശ്വാസം വിട്ടതായ രാത്രികളുണ്ട്. मेरे जो खिड़की है उसमें लटकते हुए सांस लिया, ऐसे भी रात है. വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ ആയിരുന്ന സന്ദർഭങ്ങളുണ്ട്. और ऐसे बहुत सारे कष्ट से गया हुआ समय भी मेरे जीवन. മരണപ്പെട്ടു പോകും എന്ന ചിന്ത വരിച്ച സമയമുണ്ട്. मैं मर जाएगा करके सोचा हुआ भी समय है. എന്നാൽ ആ സമയത്ത് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന ആ ഇമ്പമേറിയ ശബ്ദം ഹല്ലേലൂയ പലപ്പോഴും എന്റെ ആദരത്തിൽ നിന്ന് ഉയർന്നപ്പോൾ നാഥനെ
സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. लेकिन है परमेश्वर मुझे बचा करके जब मैं चिल्लाया, उनकी सहायता, उनका हेल्प मेरे जीवन में पहुंचते हुए मैंने देखा. ആ സമയത്തൊന്ന് കരയുവാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു എന്റെ ജീവിതം. उस समय ऐसा था कि मैं रो भी नहीं पाता था. എങ്ങനെ ഈ സാഹചര്യത്തിൽ മുൻപോട്ട് പോകുമെന്ന് ചിന്ത ഭരിച്ചിരുന്നു. इस अवस्था से मैं बाहर कैसे आऊंगा करके बहुत बार सोचा. എന്നാൽ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഹല്ലേലൂയ ഒരു ശബ്ദം പലപ്പോഴും ഉയരുന്നു, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. लेकिन मेरे मन में हमेशा बोलता था कि तुझे जानने वाला एक परमेश्वर. ഹല്ലേലൂയ.